ലോകത്തിനു മുന്നിൽ ഒരു വശത്ത് ഇസ്ലാമിക സഖ്യത്തെക്കുറിച്ചും ഗൾഫ് രാജ്യങ്ങളുമായുള്ള തങ്ങളുടെ ബന്ധത്തെക്കുറിച്ചുമൊക്കെ വലിയ വീരവാദം മുഴക്കുന്ന പാകിസ്ഥാന് ഇപ്പോൾ സ്വന്തം സുഹൃത് രാജ്യങ്ങളിൽ നിന്ന് തന്നെ വലിയൊരു തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. കേട്ടാൽ അറയ്ക്കുന്ന കാരണങ്ങൾ നിരത്തി വെറും 5 മാസത്തിനുള്ളിൽ 22,000-ഓളം പാകിസ്ഥാനികളെയാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ നാടുകടത്തിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ യഥാർത്ഥ അവസ്ഥയിൽ അവരുടെ ഗൾഫ് സ്വാധീനത്തിന്റെ പൊള്ളത്തരവുമൊക്കെ തുറന്നു കാട്ടുന്ന ഈ വലിയ നീക്കത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം. മാർച്ച് 1 മുതൽ ജൂലൈ 13 വരെയുള്ള വെറും 5 മാസത്തെ കണക്കുകളാണിത്. 21,951 പാകിസ്ഥാനികളെയാണ് വിവിധ ഗൾഫ് രാജ്യങ്ങൾ അവരുടെ മണ്ണിൽ നിന്ന് പുറത്താക്കിയത്. ഏറ്റവും നാണക്കേടുള്ള കാര്യം എന്താണെന്നാൽ ഈ നാടുകടത്തപ്പെട്ടവരിൽ ഭൂരിഭാഗവും വിസ ചട്ടങ്ങൾ ലംഘിച്ചവരോ നിയമവിരുദ്ധമായി തങ്ങിയവരോ ആണ്. ഇതിനു പുറമെ ഗൾഫിലെ തെരുവുകളിൽ ഭിക്ഷാടനം നടത്തിയതിന് മാത്രം 472 പേരെയാണ് പിടികൂടി തിരിച്ചയച്ചിരിക്കുന്നത്. പാക് പാർലമെന്ററി കാര്യ മന്ത്രി ഡോക്ടർ താരിഖ് ഫസൽ തന്നെയാണ് തങ്ങളുടെ രാജ്യത്തിന് നേരിട്ട ഈ വലിയ നാണക്കേടിന്റെ കണക്കുകൾ പാർലമെന്റിൽ ഔദ്യോഗികമായി സമ്മതിച്ചത്. ഏറ്റവും കൂടുതൽ പാകിസ്ഥാനികളെ പുറത്താക്കിയത് പാകിസ്ഥാൻ തങ്ങളുടെ ഏറ്റവും വലിയ മിത്രമായി കൊട്ടിഘോഷിക്കുന്ന സൗദി അറേബ്യയാണ്. 15,495 പേരെയാണ് സൗദി മാത്രം നാടുകടത്തിയത്. ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ OICയിലായാലും പാകിസ്ഥാന്റെ കൂടെ എപ്പോഴും ഉണ്ട് എന്ന് പറയപ്പെടുന്ന സൗദി അറേബ്യ നിയമം ലംഘിക്കുന്ന പാകിസ്ഥാനികളോട് യാതൊരു ദയയും കാണിച്ചിട്ടില്ല. സൗദിക്ക് പിന്നാലെ UAE 3,802 പേരെയും, ഒമാൻ 1,606 പേരെയും, ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളും 100 കണക്കിന് പാകിസ്ഥാനികളെ തിരിച്ചയച്ചിട്ടുണ്ട്. രേഖകളിൽ തിരിമറി നടത്തിയവരും ഡ്രഗ്സ് കേസുകളിൽ ഉൾപ്പെട്ടവരും ഒക്കെ ഇതിലുണ്ട്. സാമ്പത്തികമായി തകർന്നടിഞ്ഞ ഒരു രാജ്യം തങ്ങളുടെ പൗരന്മാരെ ജോലിക്കായി വിദേശത്തേക്ക് അയക്കുമ്പോൾ അവർ അവിടെ പോയി ഭിക്ഷ യാചിക്കേണ്ടി വരുന്ന ഗതികേടാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. അറബ് നാറ്റോ ഉണ്ടാക്കാൻ നടക്കുകയും ഇന്ത്യക്കെതിരെ എപ്പോഴും ഗൾഫ് രാജ്യങ്ങളെ കൂട്ടുപിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാന് യഥാർത്ഥത്തിൽ ഗൾഫിൽ എന്ത് വിലയാണുള്ളത് എന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഒരു ഇസ്ലാമിക രാജ്യം എന്ന ലേബൽ വെച്ച് നിയമവിരുദ്ധമായി ഗൾഫിൽ കയറി പറ്റാമെന്ന പാകിസ്ഥാനികളുടെ വ്യാമോഹങ്ങൾക്കാണ് ഇപ്പോൾ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വലിയ പ്രഹരമേൽപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.